welcome back to the next session of Child Rights Unit 1. അപ്പോൾ നമ്മുടെ യൂണിറ്റ് 1 കൺസെപ്റ്റ് ഓഫ് ചൈൽഡ് റൈറ്റ്സ് ആണ് ഡിസ്കസ് ചെയ്യേണ്ടായിരുന്നത്. ലാസ്റ്റ് ക്ലാസ്സസിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് ചൈൽഡിന്റെ മീനിങ് എന്താണ്, റൈറ്റിന്റെ മീനിങ് എന്താണ്, ചൈൽഡ് റൈറ്റിന്റെ മീനിങ് എന്താണ്, അതേപോലെ തന്നെ അതിന്റെ കീ കമ്പോണൻസ് ഒക്കെയാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. ദെൻ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെഫിനിഷൻ ഓഫ് എ ചൈൽഡ് അണ്ടർ വേരിയസ് ലോസ് ഇൻ ഇന്ത്യ. നമ്മുടെ സെക്കൻഡ് ടോപ്പിക് ആണ്. അതായത് ഇന്ത്യയിലുള്ള ഓരോ ലോസിനെയും ബേസ് ചെയ്തിട്ട് ഒരു ചൈൽഡിന്റെ ഡെഫിനിഷൻ എന്താണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഓരോരോ റൂൾസിനും അതേപോലെ ഓരോരോ ആക്ടിനെ ലോക്കൊക്കെ അനുസരിച്ച് ഈ കുട്ടിയുടെ ഏജ് അല്ലെങ്കിൽ കുട്ടിയുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അതൊക്കെ എന്തൊക്കെയാന്നുള്ളതാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. നോക്കിക്കേ, ഇൻ ഇന്ത്യ ദ ഡെഫിനിഷൻ ഓഫ് എ ചൈൽഡ് വേരിയസ് അക്രോസ് ഡിഫറെന്റ് ലോസ്, each addressing specific aspects such as labor, education and protection. അപ്പൊ എന്താണ്, ഇന്ത്യയിൽ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കുറേ ലോസ് ഉണ്ട്. അതായത് ലേബറിന്റെ ബേസ് ചെയ്തിട്ട്, എഡ്യൂക്കേഷനെ ബേസ് ചെയ്തിട്ട്, പ്രൊട്ടക്ഷൻ, അങ്ങനത്തെ നമ്മൾ പോക്സോ ഒക്കെ കേട്ടിട്ടില്ലേ, അതേപോലെ ചൈൽഡ് മാരേജ് ആക്ട്. സോ അങ്ങനെ ഓരോ ലോയിലും നമ്മൾ കുട്ടികളുടെ ഏജ് സെപ്പറേറ്റ് ആയിട്ട് പറയുന്നുണ്ട്. സോ അതെന്തൊക്കെയാ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ആക്ട് 2015. അപ്പൊ ഇത് ജസ്റ്റ് എന്താന്ന് മാത്രമേ നമ്മൾ പറഞ്ഞു പോകുന്നുള്ളൂ. കാരണം ഇത് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് യൂണിറ്റ് 3 വരുന്നുണ്ട്. ഈ ഓരോ ലോയും അതിന്റെ സെക്ഷൻസും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് യൂണിറ്റ് 3 വരുന്നത് കൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇവിടെ ചൈൽഡിന്റെ ഡെഫിനേഷൻ എന്താ, ഓരോ റൂള് പ്രകാരം അല്ലെങ്കിൽ ഓരോ ആക്ട് പ്രകാരം എന്താന്നുള്ളത് മാത്രമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ആക്ട് 2015. According to this act, a child is defined as any person who has not completed the age of 18 years. The act primarily focuses on the care, protection and rehabilitation of children in conflict with the law. അപ്പൊ എന്താണ്, ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ലോ പ്രകാരം, ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ പ്രകാരം ഒരു കുട്ടി എന്ന് പറയുമ്പോൾ ആരാണ്, അണ്ടർ 18 ആണ്. ഈ ലോ പ്രകാരം അല്ലെങ്കിൽ ഈ ഒരു ആക്ട് പ്രകാരം ഒരു ചൈൽഡ് എന്ന് പറയുന്ന ആൾക്ക് നമ്മൾ കൊടുക്കുന്ന ഏജ് എന്ന് പറയുന്നത് അണ്ടർ 18 ആണ്. 18 വയസ്സിന് താഴെയുള്ള എല്ലാവരെയും നമ്മൾ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കുട്ടി എന്നാണ് പറയാ. ഇനിയിപ്പോ ഈ ആക്ട് എന്തിനാണ്, നമ്മൾ കുട്ടികള് എന്താ പറയാ ബേസ് ചെയ്തിട്ടുള്ള ക്രൈംസ് ഒക്കെ വരുന്നുണ്ടല്ലോ, അതേപോലെ കുഞ്ഞു കുഞ്ഞു മോഷണം, തെഫ്റ്റ്, അതേപോലെ തന്നെ എന്താ പറയാ ഇപ്പോ ചെറിയ നമ്മുടെ കുഞ്ഞു കുഞ്ഞു കേസുകളൊക്കെ നമ്മൾ വരാറുണ്ടല്ലോ കുട്ടികൾ ഇൻവോൾവ് ചെയ്തിട്ട്. പക്ഷെ ഇന്നത്തെ കാലത്ത് അതൊക്കെ ഭയങ്കര വലിയ കേസുകളാണ്. ഇപ്പോൾ കഞ്ചാവും അതേപോലെ തന്നെ മയക്കുമരുന്നും അടക്കം കുട്ടികളിൽ നിന്ന് പിടിക്കുന്ന അവസ്ഥയാണ്. അതേപോലെ തന്നെ ഒരുപാട് പീഡന കേസുകളിലും കുട്ടികൾ ഇൻവോൾവ് ചെയ്യുന്ന കാര്യങ്ങൾ വരുന്നുണ്ട്. അതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ 3rd ചാപ്റ്ററിൽ നമ്മൾ പറയുന്നുണ്ട് കേട്ടോ, ഈ ജുവനൈൽ ജസ്റ്റിസ് ആക്ടിന്റെ എല്ലാം. അപ്പൊ നമുക്കത് അവിടെ നോക്കാം. ഇപ്പൊ നിങ്ങൾ ഇത്രേ അറിയണ്ടുള്ളൂ, കുട്ടികൾ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ക്രൈംസിൽ അവരുടെ പ്രൊട്ടക്ഷൻ, അവരെ എന്ത് ചെയ്യണം, അവരെ എങ്ങനെ നമ്മൾ ഇനി ഭാവിയിലേക്ക് കൊണ്ടുവരണം, അവരെ ആരെ ഏറ്റെടുക്കണം, അതിനെല്ലാം ബേസ് ചെയ്തിട്ടുള്ള ലോയാണ് അല്ലെങ്കിൽ ആക്ടാണ് നമ്മുടെ ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ചിൽഡ്രൻ ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് 2015 നിലവിൽ വന്നിട്ടുള്ളത്. അപ്പൊ ഈ ലോ പ്രകാരം അണ്ടർ 18 ആണ് കുട്ടികൾ എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഡൽഹിയിൽ നടന്ന നിർഭയ കേസ്. ആ നിർഭയ കേസുമായിട്ട് ഈ ലോക്ക് ബന്ധമുണ്ട്. അതായത് ആ സമയത്ത് നിങ്ങൾക്ക് ചിലർക്കെങ്കിലും അറിയുണ്ടാവും, നിർഭയ കേസിൽ ഒരു പ്രതി എന്ന് പറയുന്നത് 18 വയസ്സിന് താഴെയുള്ള ഒരാളായിരുന്നു. സോ അയാൾ എന്താ ഉണ്ടായിച്ചാൽ 18 വയസ്സിന് താഴെയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ശിക്ഷയും, വളരെ ചെറിയ എന്തോ ഒരു ശിക്ഷയും കൊണ്ടാണ് ഇറങ്ങിപ്പോകുന്നത്. അപ്പൊ അത് അന്നത്തെ കാലത്ത് ഭയങ്കര പ്രശ്നമായി. അതായത് 18 വയസ്സിന് താഴെയാണെങ്കിൽ പോലും ചെയ്ത കൃത്യം എന്ന് പറയുന്നത് അത്രയും എന്താ പറയാ ഇന്റൻസ് ആയിട്ടുള്ള ഒരു ക്രൈം ആയിരുന്നില്ലേ. അപ്പൊ അതിങ്ങനെ വെറുതെ ഇറങ്ങിപ്പോന്നു എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര പ്രശ്നം ആയി. അതേപോലെ തന്നെ ഭയങ്കര എന്താ പറയാ കോൺഫ്ലിക്ട്സ് ഒക്കെ ആയ സമയത്ത് അങ്ങനെ ആ 2012 നടന്ന ആ ഒരു ഇവന്റിനെ ബേസ് ചെയ്തിട്ട് അപ്പം നിലവിലുണ്ടായിരുന്ന ജുവനൈൽ ജസ്റ്റിസ് ആക്ടിനെ മോഡിഫൈ ചെയ്തിട്ട് വന്നതാണ് നമ്മുടെ 2015 ഓക്കെ, അതിന് മുന്നേ ഉണ്ടായിരുന്നത് കുട്ടികൾ ചെയ്യുന്ന ചെറിയ ചെറിയ കൃത്യങ്ങൾ മാത്രമേ അവർ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഈ 2015 വന്ന ഈ ഒരു ആക്ട് എന്ന് പറയുന്നത് ചെറിയ കൃത്യം മാത്രമല്ല, നമ്മുടെ ഇന്റൻസ് ആയിട്ടുള്ള ക്രൈംസ് അടക്കം
ഈ ഒരു ആക്ട് പ്രകാരം ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ നോക്കാം. അടുത്ത ഒരു ആക്ട് എന്ന് പറയുന്നത് ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് 1986 ആണ്. അതായത് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, പണ്ട് നമ്മുടെ എന്താ പറയുക ഇൻഡിപെൻഡൻസിന്റെ ആ ഒരു എന്താ പറയുക സമയത്തൊക്കെ, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടാണെങ്കിലും ഇൻഡസ്ട്രിയലൈസേഷൻ ഭയങ്കരമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ വന്നു. അതേപോലെ തന്നെ മൈൻസ്, നമ്മൾ എന്താ പറയുക ഈ നോർത്തിലൊക്കെ പോവുകയാണെങ്കിൽ ഒരുപാട് മൈൻസും അതേപോലെ തന്നെ അതിൽ വർക്ക് ചെയ്യുന്ന കുട്ടികളുടെ എണ്ണമൊക്കെ ഭയങ്കരമായിട്ട് കൂടി. അതായത് ഭയങ്കര ഹസാർഡസ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ വർക്ക് ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം കൂടി, ചൈൽഡ് ലേബർ ഒരുപാടായി. അപ്പം അങ്ങനെ വന്നപ്പോൾ ആ ചൈൽഡ് ലേബറിനെ പ്രൊഹിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിന് കുറച്ച് എന്താ പറയുക റെഗുലേഷൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെ വന്ന ലോ ആണ് ചൈൽഡ് ലേബർ ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ദ ചൈൽഡ് ലേബർ ആക്ട് ഡിഫൈൻസ് എ child as a person who has not completed 14 years of age. It prohibits the employment of children in certain hazardous occupations and processes. അപ്പോൾ എന്താണ് ഇവിടെ നമ്മുടെ കഴിഞ്ഞ ജുവനൈൽ ജസ്റ്റിസിൽ 18 വയസ്സായിരുന്നെങ്കിൽ നമ്മുടെ ചൈൽഡ് ലേബർ ആക്ടിൽ എത്രയാണ്? 14 വയസ്സാണ് നമ്മുടെ ഒരു കുട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത്. 14 വയസ്സിന് താഴെയുള്ളവരെയാണ് നമ്മൾ ചൈൽഡായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 14 വയസ്സിന് താഴെയുള്ളവർ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് പ്രൊഹിബിറ്റഡ് ആണ്. മാത്രമല്ല അവരുടെ വർക്കിംഗ് അവേഴ്സും അവരുടെ എന്താ പറയുക ആ ഒരു വർക്കിംഗ് എൻവറോൺമെന്റ് ഒക്കെ ഹൈലി റെഗുലേറ്റഡ് ആയിരുന്നു. അതിന് പെർട്ടിക്കുലർ റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആ ലോ ആണ് നമ്മുടെ ചൈൽഡ് ലേബർ ആക്ട് എന്ന് വെച്ചാൽ ബാലവേല നിരോധന നിയമം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, അതേ സാധനമാണിത് കേട്ടോ. ദെൻ മൂന്നാമത്തെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് RTE 2009. നമുക്ക് നല്ല കേട്ടുപരിചയം ഉണ്ടാവും. ഫസ്റ്റ് ടൈമിൽ ഒരുപാട് നമ്മൾ കേട്ടിട്ടുള്ള സാധനമാണ്. നോക്കിക്കേ, അണ്ടർ ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് a child refers to a male or female child in the age group of 6 to 14 years. The act mandates free and compulsory education for all children in this age group. അപ്പോൾ എന്താ RTE അല്ലെങ്കിൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ പറയുമ്പോൾ കുട്ടി എന്ന് പറയുമ്പോൾ ആരാണ്? 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ളവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു കുട്ടി എന്ന് പറയുന്നത്. ഓക്കെ, മാത്രമല്ല ഈ ആക്ട് എന്തിനായിരുന്നു എന്നുള്ളത് ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? നമ്മുടെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ, കമ്പൽസറി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാനാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ വന്നിട്ടുള്ളത് 2009. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ്. നമുക്ക് വളരെ കേട്ടുപരിചയമുള്ള പോക്സോ ആക്ട് ആണ് പറയുന്നത്. 2012 നിലവിൽ വന്നിട്ടുള്ളത്. പോക്സോ കേസസ് ഒരുപാട് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു എന്താ പറയാ ഏരിയ ആണെന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം ഇന്നത്തെ കാലത്ത് ഒരുപാട് പോക്സോ കേസസ് ആണ് നിലവിൽ എന്താ പറയാ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുന്നത്. നോക്കിക്കേ, the POCSO Act defines a child as any person below the age of 18 years. The act focuses on protecting children from sexual offenses and ensuring their speedy trial and justice. എന്താണ് ഇവിടെ നമ്മൾ പറയുന്നത്? 18 വയസ്സിനുള്ള താഴെയുള്ള ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ, ആൺകുട്ടിന്നോ പെൺകുട്ടിന്നോ പ്രത്യേകിച്ച് പറയുന്നില്ല, ആരോ ആയിക്കോട്ടെ, അവര് എന്താ പറയാ അവര് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ സെക്ഷൽ ഒഫൻസസുകളെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോക്സോ ആക്ട് വന്നിട്ടുള്ളത്. പെൺകുട്ടികൾക്ക് മാത്രമാണോ ഇങ്ങനത്തെ ഈ സെക്ഷൽ ഒഫൻസസ് ഉള്ളത്? അല്ല, ഇന്നത്തെ കാലത്ത് ആൺകുട്ടികൾ ഇങ്ങനത്തെ ഒരുപാട് ഒഫൻസസ് നേരിടുന്നുണ്ട്. സോ രണ്ടുപേർക്കും ഒരേപോലെ നീതിയും ഇതൊക്കെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ആ കേസസ് വേഗം തീർപ്പാക്കാനും വേണ്ടിയിട്ടാണ് നമ്മുടെ പോക്സോ ആക്ട് നിലവിൽ വന്നിട്ടുള്ളത്. കൂടുതൽ ഞാൻ പറയാതെ അറിയാലോ, ഒരുപാട് നമുക്ക് എഴുതിക്കൂടെ ഒരുപാട് കാര്യങ്ങളാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജ് ആക്ട് 2006 നിലവിൽ വന്നത്. അതായത് ഇത് എന്താ പറയാ പണ്ട് കാലത്തൊക്കെ ഒരുപാട് നമ്മുടെ ശൈശവ വിവാഹങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. നോർത്തിലൊക്കെ ഈ ഒരു അടുത്ത കാലം വരെ എന്തുണ്ട്, ചെറിയ കുട്ടികളെ പിടിച്ചിട്ട് കല്യാണം കഴിപ്പിച്ചു വിടും നോർത്തിലൊക്കെ. സോ അത് പ്രൊഹിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ദിസ് ആക്ട് ഡിഫൈൻസ് എ ചൈൽഡ് ആസ് എ പേഴ്സൺ ഹൂ ഇഫ് മെയിൽ has not completed 21 years of age and if female has not completed 18 years of age. The act aimed to prevent the solemnization of child marriages. എന്താണ്, നമ്മുടെ ആൺകുട്ടിയാണെങ്കിൽ 21 വയസ്സും പെൺകുട്ടിയാണെങ്കിൽ 18 വയസ്സും. 21 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളെ ചൈൽഡ് എന്ന് പറയും, 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെ നമ്മൾ ചൈൽഡ് എന്നാണ് പറയാ. കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. ശൈശവ വിവാഹം നിരോധിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ആക്ട് ആണ്. നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ് NCPCR ആക്ട് 2005.
എന്താ NCPCR Act does not specifically define a child but establishes the National Commission Protection of Child Right, which is responsible for ensuring that all laws, policy and programs are in the best interest of children. അപ്പൊ ഇത് എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രത്യേക കുട്ടി എന്ന് പറയുമ്പോൾ ഇത്ര ഏജ് ആണ് അങ്ങനെയൊന്നും പറയുന്നില്ല. പക്ഷെ ഈ കുട്ടികളുടെ റൈറ്റ്സ് ഒക്കെ പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടോ, അതിന്റെ ലോസ്, പോളിസീസ് ഇതൊക്കെ ഡെവലപ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് കൊടന്ന ഒരു കമ്മിറ്റി അല്ലെങ്കിൽ ഒരു കമ്മീഷൻ ആണ് എന്ത് NCPCR എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഡെഫിനേഷൻ ഓഫ് എ ചൈൽഡ് അണ്ടർ വേരിയസ് ലോ എന്ന് പറയാം. അപ്പൊ നിങ്ങൾ ഇത് ചോദിക്കുമ്പോഴും 10 മാർക്കിന് ഇത് ചോദിക്കുകയാണെങ്കിൽ എന്താ എഴുതാനാവും? ചൈൽഡ് എന്താണ്, റൈറ്റ് എന്താണ്, ചൈൽഡ് റൈറ്റ് എന്താണെന്ന് എഴുതാം. ദെൻ അതിന്റെ അടിയിൽ സബ് ഹെഡിങ്സ് ആയിട്ട് ഓരോ ലോസും ഏതൊക്കെയാന്ന് എഴുതാം. എന്നിട്ട് ഓരോ ലോയും എടുത്തിട്ട് അതിന്റെ അടിയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ എഴുതുക കേട്ടോ. ഇത് എഴുതുന്ന സമയത്ത് ആ ഏജ് ഒക്കെ ഒരു ബോക്സിലൊക്കെ ഇട്ടിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പ്രസന്റേഷന് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് എഴുതാൻ നോക്കുക കേട്ടോ. അപ്പൊ ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ നെക്സ്റ്റ് സെഷനിൽ നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് കാണാം. ബൈ.